ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പർച്ചേസിംഗ് ആൻഡ് അൺബോക്സിംഗ് ഓഫ് ഹോസ്റ്റൽ എസെൻഷ്യൽസ് ആണ്. അതായത് കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട് ഹോസ്റ്റൽ എസെൻഷ്യൽ ആയിട്ട് വേണ്ട. അതൊക്കെ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. ബാക്കി എസെൻഷ്യൽ ആയിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടായത് അത് നമ്മുടെ ക്യാമ്പസിൽ യൂസ് ചെയ്യേണ്ടത് അതൊക്കെ ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡ്രസ്സസും ഷൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ചിഞ്ചു എന്നെ ആക്ച്വലി ബലമായിട്ട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ബ്രഷ് എടുക്കാൻ. പക്ഷെ നമുക്കതൊന്നും പറ്റില്ലല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇത് ഞാൻ പലവരും വീഡിയോസ് ഒക്കെ ഇട്ട് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ക്യാമറ സെറ്റ് ചെയ്തൊക്കെ വീഡിയോസ് എടുത്ത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടാൽ നമ്മൾ വെറുതെ വിടാൻ പാടില്ല കേട്ടോ. ചിഞ്ചു അതൊക്കെ എന്തൊക്കെയോ ചെയ്യും. അത്യാവശ്യമായിട്ട് വേണ്ട എന്തൊക്കെയോ ഞാൻ വാരിപ്പറക്കി കൂട്ടുന്നുണ്ടായിരുന്നു. എനിക്കിതെല്ലാം മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മേടിച്ച് തരില്ലല്ലോ. പിന്നെ അതാ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് സ്വർഗം കണ്ട മാതിരിയുള്ള ഫീൽ ആയിരുന്നു. കാരണം പലതരം ന്യൂഡിൽസ്, ഞാൻ ഈ പണ്ടേ ന്യൂഡിൽസിന് അഡിക്റ്റാണ്. അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂട്ടുകാർ അമൻറ്റിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു. ഐ എം വെരി ഹാപ്പി ടു ഹിയർ ദിസ് ഗൈസ്. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹോസ്റ്റൽ എസെൻഷ്യൽ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടിയെന്ന് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് 18th പോകേണ്ടത്. അപ്പം ഞാൻ ഹോസ്റ്റൽ എസെൻഷ്യൽ ആയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് നമ്മുടെ ഹോസ്റ്റൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഗ്രോസറി ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ്ട് ഈ ഒരു ലിക്വിഡ് ആണ് ഗൈസ്. ഇതിപ്പോ ഞാൻ കമത്തി വെച്ചപ്പോൾ ഇതിന്റെ അടപ്പ് വഴി ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചെങ്ങനെയൊക്കെ ഒരു താഴെ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡ് തന്നെ ഞാൻ തൃശ്ശൂർ എപ്പോഴും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അവിടെ ഇട്ടിട്ട് വന്നു ഗൈസ്. അതൊരു പകുതി മുക്കാലും ഉണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ ഞാൻ ഈ ഒരു ലിക്വിഡാണ് എടുത്തേക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ലിക്വിഡ്. എനിക്ക് സോപ്പിനെക്കാട്ടും സോപ്പൊടിയെക്കാട്ടും ഇഷ്ടം ലിക്വിഡാണ്. സോ അറ്റ് ഫസ്റ്റ് തന്നെ ഞാൻ ഇത് ആണ് എടുത്തത്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഈ ഒരു ഹെയർ സിറം ആയിരുന്നേ. കാരണം എൻ്റെ മുടി നല്ല ഫ്രിസിയാണ്. സോ നമുക്കിങ്ങനെ ബാക്കിലോട്ട് ടൈ ചെയ്ത് വെക്കുന്നതുകൊണ്ട് എൻ്റെ മുടി ഒതുങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഹെയർ സിറം കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ഈ ഒരു സിറം യൂസ് ചെയ്യുന്നത്. ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു ഹെയർ സിറം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്തായാലും ബാക്കിലോട്ട് ടൈ ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല യൂസ്ഫുൾ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സിറം. അങ്ങനെ ഈ ഒരു സിറം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാണ് ഗൈസ്, ഒരു ഫേഷ്യൽ റൈസർ വാങ്ങിയിട്ടുണ്ട്. കാരണം നല്ല ഹെയറിയാണ് എൻ്റെ ഫേസ്, അത്യാവശ്യം നല്ലപോലെ വരാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫേഷ്യൽ റൈസർ ഞാൻ വാങ്ങി. പിന്നെ എൻ്റെ എപ്പോഴത്തെയും പോലെ ഈ ഒരു പേനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു പെന്നാണ്. നല്ല സ്മൂത്താണ് എഴുതാനൊക്കെ. സോ ഞാൻ ഇപ്രാവശ്യം ഇത് തന്നെയാണ് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പെന്നാണ് കേട്ടോ. പിന്നെ എന്താണ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ഒരു വുഡൻ കോംബോ മേടിക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ വുഡൻ കോംബോ എടുത്തിട്ടുണ്ട്. പിന്നെന്താ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു അവിടെ വേണ്ടത് ഈ ഹെയർ നെറ്റ് ആയിരിക്കും. ഈ ഒരു ഹെയർ നെറ്റ് ഞാനൊരു 2 pieces എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ബാക്കിലോട്ട് ടൈ ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഈ 2 ഹെയർ നെറ്റ് കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് കംഫേർട്ട്, കാരണം നമുക്ക് ഷർട്ടൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. സോ ഞാനൊരു കംഫേർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് മണത്തിട്ട് നമുക്ക് പാറട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഒരു കംഫേർട്ടും കൂടെ എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യമായിട്ട് ഞാൻ ഒരു ചെറിയൊരു ഡെറ്റോളും കൂടെ വാങ്ങിയിട്ടുണ്ട്, ജസ്റ്റ് ഫോർ സേഫ്റ്റി. അതിന് വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു ഡെറ്റോള്. പിന്നെ ഞാൻ എന്തായിരുന്നു ആ ലിക്വിഡിന്റെ കൂടെ തന്നെ എനിക്ക് സോപ്പ് പൊടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറിയൊരു പാക്കറ്റ് സോപ്പ് പൊടി ഞാൻ വാങ്ങിയിട്ടുള്ളൂ. കാരണം ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല, ലിക്വിഡായിരിക്കും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ജസ്റ്റ് ഒന്ന് എനിക്കൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ പാക്കറ്റ് സോപ്പ് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലോഷനാണ്, വാസലിൻ്റെ കൊക്കോ ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ. ഇത് ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതെനിക്ക് എന്തായാലും മസ്റ്റാണ്, ഇതെനിക്ക് വേണം. സോ ഞാൻ അങ്ങനെ ഇതും എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഹെയർ സെറ്റിങ്ങിൽ പിന്നെ വേണ്ടതാണ് ഈ യൂപ്പി. ഒരു യൂപ്പിനും കൂടെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ബാക്കിലോട്ട് ടൈ ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് ഏറ്റവും നല്ലതായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും യൂപ്പിൻ. സോ ഞാൻ യൂപ്പിനും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബാത്തിങ് ലൂഫ് അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെൻസിൽ, ഇറേസർ, ഷാർപ്നർ, ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇതൊരു ചെറിയൊരു ഫെവിക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഉള്ള ഇതേപോലത്തെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു സേഫ്റ്റിക്കെല്ലാം ഒന്ന് കൈ കരുതിയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ ബാക്കി കുറച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കോളേജ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ കുറച്ച് ഡ്രസ്സസ്, പിന്നെ കുറച്ച് ബാഗ്സ് ഒക്കെ എനിക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. അതുപോലെ ഓക്സ്ഫോർഡ് ഷൂസ്, സോക്സ്, നെക്ക് ടൈ ഇതൊക്കെ എനിക്ക് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതൊക്കെ ആയിരുന്നില്ല, ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് കൂടെ എനിക്ക് മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാങ്ങി. ഹാൻഡ് വാഷ് എനിക്ക് ഏറ്റവും അത്യാവശ്യം എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഹാൻഡ് വാഷ്. അതുകൊണ്ട് അത് ഞാൻ ഇങ്ങനെ ഒരു ബൈ 1 get 1 ഓഫർ ഉണ്ടായിരുന്നു. സോ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ ഹാൻഡ് വാഷ് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 ബോഡി റൈസേഴ്സ് ആണ്, അതുകൂടെ വാങ്ങിയിട്ടുണ്ട്.
പിന്നെ എനിക്ക് ഏറ്റവും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം, ഈവൻ എനിക്ക് ജീൻസിനെ ടോപ്പിന്റെയും കൂടെ ആണെങ്കിൽ പോലും അത്രയും മോഡേൺ ആയിട്ട് വരുന്ന ടൈമിലാണെങ്കിൽ പോലും എനിക്ക് എപ്പോഴും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണിത്. ഇതെല്ലാം എനിക്ക് പറ്റില്ല ഗൈസ്, അതുകൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ സാധനമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ ഞാൻ മറന്നിട്ടുണ്ടായിരിക്കും, എനിക്കറിയാം. പിന്നെ കുറച്ച് സാധനം ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് വാങ്ങാൻ, അതായത് നമ്മുടെ എന്താണ് ഈ ബെഡ് ഒക്കെ അവിടെ ഇല്ലാന്നുണ്ട് അതിങ്ങനെയൊക്കെ ഞാൻ വാങ്ങാന്ന് ചോദിച്ചു. അവിടെ ചെന്നിട്ട് ബക്കറ്റ് മഗ് കാര്യങ്ങളൊക്കെ അങ്ങനെ വാങ്ങാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അത്യാവശ്യമായിട്ടുള്ള ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇങ്ങനെ വിചാരിക്കും നമ്മുടെ അഡ്മിഷൻ ഡേയുടെ വ്ലോഗ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് വെച്ചോ, കാരണം ഇനി എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിനെക്കുറിച്ച്. അപ്പം എന്താണ് ഈ ഫീൽഡിലോട്ട് വരാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി അങ്ങോട്ട് എന്തായാലും വീഡിയോസ് ഉണ്ടാവും, ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു എടുക്കണം എന്ന്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.